ഹായ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു വാട്ടർഫോളാണ്. അതിന് വേണ്ടിയായിട്ട് യൂസ് ചെയ്യുന്ന ഇത് ഒരു അടപ്പാണ്, ഒരു മൺപാത്രത്തിൻ്റെ അടപ്പാണ്. ഇതൊരു പഴയ ചട്ടി, മീൻ ചട്ടി. പിന്നെ കുറച്ച് പഴയ തടി, ദ്രവിച്ച തടി. പിന്നെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പൽപ്പൊടി ഉണ്ടല്ലോ, പൽപ്പൊടിയുടെ ബോക്സാണ്, പെട്ടിയാണ്. അത് പുറത്തെ അടപ്പിൻ്റെ പോർഷൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അതിൽ ബ്ലാക്ക് പെയിൻ്റ് അടിച്ചെടുത്തിരിക്കുന്നതാണ്. പിന്നെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇത് ചൂടുള്ള സാധനമൊക്കെ വെക്കുന്നതിന് വേണ്ടിയായിട്ട് പാത്രം ഡെസ്ക് വെക്കുന്നതിന് മുമ്പായിട്ട് വെക്കുമല്ലോ, ആ ഒരു ഇതാണ് സ്റ്റീലിൻ്റെ. അതിൽ നമ്മൾ ബ്ലാക്ക് പെയിൻ്റ് അടിച്ചെടുത്തിരിക്കുകയാണ്. ഇത് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചട്ടി നമ്മൾ വെയിറ്റ് വരുമ്പോഴേക്കും ഇതിൻ്റെ സെൻട്രൽ പോർഷനിലായിട്ടായി പോകും. അത് വെയിറ്റ് എല്ലായിടത്തും ഈ ഒരു സപ്പോർട്ടിന് വേണ്ടിയായിട്ട് താങ്ങി നിർത്തുന്നതിന് വേണ്ടിയായിട്ട് ആണ് ഉപയോഗിക്കുന്നത് നമ്മൾ. അപ്പം നമുക്കിത് സെറ്റ് ചെയ്തെടുക്കാം. അത് ഈ ചട്ടിക്കകത്തേക്ക് സെൻറ്ററിലേക്ക് നമ്മൾ ഇത് വെച്ച് കൊടുക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് തീരെ ചെറുതാണ്, ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നതിന് വേണ്ടിയായിട്ട്. ഇല്ലയെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇരിക്കും, ഈ ഒരു അകലം കാണും. അപ്പോഴേക്കും ഈ വെള്ളം ഇതിൽ നിന്ന് ഒലിച്ച് ഇങ്ങനെ ഇറങ്ങുന്നത് കാണുമ്പോഴേക്കും നല്ല ഭംഗിയായിരിക്കും, പൊങ്ങി. പിന്നെ ടിക് ടാക്കിൻ്റെ ഒരു പാക്കറ്റ്, ഇത് കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയ ബ്ലൂടൂത്ത് സ്പീക്കറിൻ്റെ ടിക് ടാക്കിൻ്റെ പാക്കറ്റിനെക്കാട്ടി ഇത്തിരി വലിയ പാക്കറ്റാണ്. ഇതിനകത്ത് നമ്മൾ മോട്ടറിൽ നിന്നുള്ള വെള്ളം, മോട്ടർ വഴി നമ്മൾ വെള്ളം ഇതിനകത്തേക്ക് സ്റ്റോർ ചെയ്തിട്ട് ഇതിനകത്തുനിന്ന് ഓവർഫ്ലോ ചെയ്തതിന് ശേഷമാണ് ഇത് മരത്തിൻ്റെ പുറകിലായിട്ട് ഇങ്ങനെ ഫിക്സ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഓവർഫ്ലോ ചെയ്തതിന് ശേഷമുള്ള വെള്ളം ഇതിൻ്റെ പൊക്കത്തൂടെ ഇങ്ങനെ ഒലിച്ചിറങ്ങുന്നു. ഇത് ഇങ്ങനെ പ്ലെയിനായിട്ട് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിറ്റ് വരുമ്പോഴേക്കും ഇത് ചരിയോ എന്തെങ്കിലും ചെയ്യും. അതിന് വേണ്ടിയായിട്ട് നമ്മൾ ഇതിനകത്തേക്ക് കുറച്ച് മെറ്റലിട്ട് ഫിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് സൈഡ് ഇതിവിടെ ഉറച്ച് നിൽക്കുന്നതിന് വേണ്ടിയായിട്ട് സൈഡിലൊക്കെ നമ്മൾ MC വെച്ച് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ പുറത്ത് ഇതിൻ്റെ ഈ പോർഷനിൽ നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് MC. നമുക്കാദ്യം ഈ പാത്രം ചട്ടിക്കുള്ളിൽ ഫിക്സ് ചെയ്ത് കൊടുക്കാം MC വെച്ച്. രണ്ടും ഈക്വലായിട്ട് എടുത്തിട്ടുണ്ട് നമ്മൾ. അതിനെ അത് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ ചുറ്റും തേച്ച് കൊടുക്കാം. അത് നമ്മളിത് ഫിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, തേച്ച് നല്ല രീതിയിൽ പിടിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്ത് കുറച്ച് മെറ്റൽ ഇട്ട് നിറയ്ക്കണം നമ്മൾ. ഓവറായിട്ട് നമ്മൾ ഇട്ട് നിറയ്ക്കുന്നില്ല, കുറച്ച് സ്പേസ് ഇടണം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ, ഈ ഒരു പോർഷൻ അവിടേക്ക് ഇറങ്ങി നിൽക്കുമ്പോഴേക്കും അത് തട്ടും. അതപ്പോഴേക്കും ഷേപ്പ് കറക്റ്റല്ല വരും. അപ്പോൾ ലെവലാകാതെ നിൽക്കുന്നതുകൊണ്ട് നമ്മൾ അതിനനുസരിച്ച് വേണം ചെയ്യാനായിട്ട്. ഇപ്പോൾ ഓക്കെ ആയിട്ട് നിൽപ്പുണ്ട്. ഇനി ഇതും ഒട്ടിച്ചു കൊടുക്കണം നമ്മൾ MC വെച്ച്. ഇനി ചുറ്റും തേച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് ഫിക്സ് ചെയ്ത് വെക്കാം. ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മളിനി. ഇത് വിട്ടിരുന്ന് ഉണങ്ങട്ടെ. നമുക്ക് അതിന് മുമ്പ് ഈ മരങ്ങൾ വെച്ച് ഒരു മല കണക്ക് സെറ്റ് ചെയ്തെടുക്കാം. മരം നമ്മൾ ഫിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ചെറിയ ചെറിയ പീസുകളായിരുന്നു നമ്മൾ ജോയിൻറ്റ് ചെയ്ത് ഒരു മല കണക്ക് നിൽക്കുന്ന രീതിയിൽ എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പുറകിലായിട്ട് നേരത്തെ നമ്മൾ പറഞ്ഞ ടിക് ടാക്കിൻ്റെ പാക്കറ്റ്, ഈ നീല വരച്ചിരിക്കുന്നത് നമ്മൾ കട്ട് ചെയ്ത് റിമൂവ് ചെയ്യണം. അന്നെങ്കിൽ മാത്രമേ ഓവർഫ്ലോ ചെയ്യുമ്പോഴേക്കും ഈ ഒരു പോർഷനിൽ നിന്ന് മാത്രം വെള്ളം വരത്തുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ സൈഡിൽ നിന്നും ഇവിടേക്കൊക്കെ ചാടും. അത് ഒഴിവാക്കുന്നതിന് വേണ്ടി ഫ്രണ്ടിൽ നിന്ന് ഈ ഒരു പോർഷനിൽ നിന്ന് മാത്രം ചാടുന്ന രീതിയിലായിട്ട് സെറ്റ് ചെയ്യണം. അതിനുവേണ്ടി നമുക്ക് ഈ ഒരു പോർഷൻ കട്ട് ചെയ്തെടുക്കാം. നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് പൈപ്പ് ഇറക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് ഹോൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് ഹോൾ ചെയ്തും കൂടിയായിട്ട് നമുക്ക് എടുക്കാം. നമ്മൾ ഹോൾ ചെയ്ത് പൈപ്പും കയറ്റി നിർത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ ബാക്കിലായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കലാണ്.
ബാക്കിൽ ഈ ഒരു ഹൈറ്റിലായിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഫിക്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ സൂപ്പർ ഗ്ലൂ വെച്ച് ഇത് ഒട്ടിക്കുന്നുണ്ട്. പിന്നെ ഈ ചെറിയ ചെറിയ ഹോളുകൾ കണ്ടു, ഇത് നിരപ്പായിട്ടല്ല നിൽക്കുന്നത്, അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ അവിടെ ഹോട്ട് ഗ്ലൂ ഉപയോഗിച്ച് അവിടെ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുമുണ്ട്. നമുക്കതപ്പോൾ ഒട്ടിച്ചെടുക്കാം. ഇതെല്ലാം സെറ്റ് ചെയ്ത് നേരത്തെ പറഞ്ഞ കണക്ക് ഒട്ടിച്ചെടുത്ത് പൈപ്പൊക്കെ ഇതിനകത്ത് കയറ്റി MC വെച്ച് നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇത് ബേസ് നമ്മൾ ചട്ടിയുമായിട്ട് ഫിക്സ് ചെയ്തിട്ടുണ്ട്. അത് യൂസ് ചെയ്തിരിക്കുന്നത് MC തന്നെയാണ്. പൈപ്പ് ഇത്രയും വെച്ച് പൈപ്പ് നമ്മൾ ഇതിനകത്തേക്ക് ഇട്ടുകയാണ് ചെയ്യുന്നത്. പൈപ്പ് കുറച്ചളവിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. പൈപ്പ് നമ്മൾ കുറച്ചളവിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ഇതിനകത്ത് ഇറങ്ങിക്കിടക്കാൻ ഭാഗത്തിനായിട്ട്. ഉള്ളോട്ട് മോട്ടറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. മോട്ടറിലേക്ക് പവർ സപ്ലൈ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു കണക്ടർ എടുത്തിട്ടുണ്ട്. ഇത് നേരത്തെ പഴയൊരു ഇലക്ട്രോണിക് ബോർഡിൽ നിന്ന് ഊരിയെടുത്തിരിക്കുന്ന കണക്ടറാണ്. അത് ഇതുമായിട്ട് കണക്ട് ചെയ്യുക. മോട്ടറുമായിട്ട് കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ പോസിറ്റീവ് വരും, ഇവിടെ നെഗറ്റീവ് വരും. അതായത് ഇവിടെ റെഡ് വയറും ഇവിടെ ബ്ലാക്ക് വയറുമായിട്ട് നമുക്ക് സോൾഡർ ചെയ്തെടുക്കാം. നമ്മൾ മോട്ടറിൻ്റെ ലെഗുകൾ സോൾഡർ ചെയ്തെടുത്തിട്ടുണ്ട്. മോട്ടറിൻ്റെ ഈ സൈഡ് വരുന്നത് ഇന്നും ഇത് ഔട്ടുമാണ്. നമുക്ക് അപ്പോൾ ഈ പൈപ്പ് ഈ ഔട്ടിൻ്റെ ഇതിലേക്ക് കണക്ട് ചെയ്യാം. ചെയ്തിട്ടുണ്ട്. നമുക്കത് ബാക്ക് പോർഷനിലായിട്ട് ഇറക്കി വെക്കാം. ബാക്ക് പോർഷനായിട്ട് ഇറക്കിയിട്ടുണ്ട്. നമുക്കിത് ഇവിടെ ഒന്ന് ഹോട്ട് ഗ്ലൂ ഉപയോഗിച്ച് നമുക്കിവിടെ സ്റ്റിക്ക് ചെയ്ത് വെക്കാം. അപ്പോൾ അത് അടിഭാഗത്തായതുകൊണ്ട് വെള്ളം വീഴത്തുമില്ല. നമ്മൾ ഇതിവിടെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക്. മോട്ടർ മുങ്ങിപ്പോകുന്ന രീതിയിൽ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം. അതിനകത്ത് മോട്ടർ മുങ്ങിക്കിടക്കണം. നമ്മൾ വെള്ളം ഒഴിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. മോട്ടർ പൂർണ്ണമായിട്ടും മുങ്ങി. നമുക്കിനി ഇതൊന്ന് പവർ ഓൺ ചെയ്ത് നോക്കാം. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ടിക് ടാക്കിൻ്റെ പാക്കറ്റിൽ വരുന്ന വെള്ളം ഓവർഫ്ലോ ആയതിനു ശേഷം ഈ സൈഡിൽ കൂടെയൊക്കെ ഒലിച്ചിറങ്ങുന്നത്. ഇത് ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ കാണിച്ചു തരാം. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ്. താങ്ക് യു.